ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അയ്യപ്പേട്ടനും അതുപോലെ രേഖയും ഒക്കെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഗീതുവും ഗോവിന്ദനും പോയതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഗീതു ഫ്രണ്ടിൽ പോയി, ഗോവിന്ദൻ പറന്നാ പോകുന്ന ഗീതുവിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ഗീതു പോകുന്നു. ഗീതുവിനെ പിന്നാലെ ഒരു കാർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. ഗോവിന്ദനാണെങ്കിൽ ടെൻഷനാണ്. ആ സമയത്ത് ഗീതുവിന് ഈ പുറകെ വരുന്ന വണ്ടി കാണാം. അപ്പോൾ ഗീതു ഈ വണ്ടിയിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, വേഗം പോ ഷിബു, അവരധിക ദൂരം പോയിട്ടുണ്ടാവില്ല, അങ്ങനെ പറയുന്നു. അങ്ങനെ ഗീതു ഇതെല്ലാം കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോണു. ഗോവിന്ദൻ പിന്നാലെ പോകുന്നു. ഒരു നിമിഷത്തേക്ക് എന്തും സംഭവിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഈ സമയത്താണ് നമ്മുടെ ഗീതു വണ്ടി ഓടിച്ച് നേരെ മേഡത്തിൻ്റെ വീട്ടിലെത്തുന്നത്. മേഡത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് ഈ ഫോണിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മേഡം വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി, ഫോണിൽ ഇത്ര ശ്രദ്ധാപൂർവ്വം എന്താ കാണുന്നതെന്ന്. അപ്പോൾ ഞാനേ ഒരു കച്ചേരി കാണുമായിരുന്നു എന്ന് പറഞ്ഞു. കച്ചേരി കേൾക്കുന്നതല്ലേ സുഖം, അതോ പാടുന്നവരുടെ എക്സ്പ്രഷനൊക്കെ കാണാനേ അത് രസമാണല്ലോ എന്ന് ഗീതു. ഓ, അപ്പോൾ എൻ്റെ കച്ചേരി ആണോ എന്ന് ചോദിച്ചു. ഓ പിന്നെ, ഈ നാദസ്വരൂപിണി മാത്രമേ കച്ചേരി നടത്താറുള്ളൂ എന്ന് ഗീതു മേഡത്തിനോട് ചോദിക്കാം. നിനക്കിപ്പോൾ എന്നെ ഒരു വിലയില്ലാതായല്ലേ എന്ന് മേഡം ഗീതുവിനോട്. അതിന് ഞാനെപ്പോഴും ഇയാളെ വില കുറിച്ച് കണ്ടേന്ന് ഗീതു ചോദിച്ചപ്പോൾ, എങ്ങനെ ഇയാളോ, നീ ആൾ കൊള്ളാവിലോടി കൊച്ചേന്ന് വിജയലക്ഷ്മി മേഡം. ഹലോ മേഡം എന്ന റെസ്പെക്റ്റ് ആയിട്ട് വിളിച്ചോണ്ടിരുന്ന നിനക്ക് ഞാനിപ്പോൾ ഇല്ലാതായല്ലേ. എൻ്റെ ഈശ്വര, ഞാൻ ഇനി എന്തൊക്കെ കേൾക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു മേഡം. അതെ, ഈ ഗാനകോകിലം ഇപ്പം എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടല്ലേ. എൻ്റെ ഹൃദയത്തിലെ മുഴുവൻ സ്നേഹവും ചേർത്താൽ ഞാൻ ഇയാളെന്ന് വിളിച്ചതെന്ന് ഗീതു. അപ്പോൾ എനിക്കറിയാടി പെണ്ണേന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതെ, എൻ്റെ പിന്നാലെ ഇപ്പോൾ ഒരു പൂവാലൻ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു. അത് കേട്ടപ്പോൾ മേഡം ഞെട്ടിപ്പോയി. പൂവാലനോ? നിൻ്റെ പുറകെയോ? അതാ ഏതവനാ? കുഴപ്പമില്ല, തൻ്റെ സ്വഭാവം അറിയുമ്പോൾ തിരിച്ച് ഓടിക്കോളൂ അവനെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല, സത്യം, ഈ പൂവാലൻ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗീതു. ഇന്നേ ഈ വീടിൻ്റെ മുമ്പിൽ വരെ എൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം, നിൻ്റെ കണ്ണേട്ടനെയാണോ നീ ഉദ്ദേശിച്ചത്? കണ്ണേട്ടനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് പരാതി പറയുമെന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ പിന്നെ നീ വാ, നിന്നെ ശല്യം ചെയ്യുന്ന ഏതവനാണെന്ന് ഞാൻ നോക്കട്ടെ. നമ്പർ നീങ്ങി തന്നെ. അവൻ്റെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടിയുടെ നമ്പർ ഇതാ, അവനെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഡ നമ്പർ സെൻഡ് ചെയ്ത് എടുത്തു. അങ്ങനെ മേഡ നമ്പർ സെൻഡ് മേടിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മുടെ മേഡത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഗീതു. എന്നിട്ട് ഇറങ്ങൽ ഈ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ശത്രു രക്ഷപ്പെടില്ല എന്ന് ഗീതു ചിന്തിക്കുക. രക്ഷപ്പെടാതെ വിജയലക്ഷ്മി മാം നോക്കിക്കോളും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി. മേഡം അന്നേരം ഇവിടെ ഫോണിലെടുത്ത് ആലോചിച്ച് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതേസമയം പിന്നെ കാണിക്കുന്നത് അപർണികയും അതുപോലെ തന്നെ കിഷോറും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇവർ ചെന്നപ്പോൾ ഗീതു വന്നില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഗീതാഞ്ജലി ഇതുവരെ വന്നില്ല, എന്താ സാർ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഞെട്ടി. ഗോവിന്ദന് ടെൻഷനായി, ആകെ വല്ലാതെ നിൽക്കാം. അപ്പോൾ ഗീതു നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, സ്കൂട്ടറിൽ പോകേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ, പക്ഷെ അവൾ നിർബന്ധപൂർവ്വം സ്കൂട്ടറിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഗീതാഞ്ജലി മിക്കവാറും സ്കൂട്ടറിലല്ലേ സഞ്ചരിക്കാറ്, അതിന് ഗോവിന്ദ് സാറ് ടെൻഷനായിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അപർണിക. അത് പിന്നെ അവളുടെ കാല് ഇതുവരെ പൂർണ്ണമായും ഭേദമായിട്ടില്ല, അതിനിടയിൽ സ്കൂട്ടർ യാത്രയൊക്കെ പ്രശ്നമാണ്, അതാ എൻ്റെ പേടിയെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോയി. ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖനായ ബിസിനസ്മാൻ ഗോവിന്ദ് മാധവൻ, ഭാര്യയാണെങ്കിലോ ഏറ്റവും ലോക്കലായി ചിന്തിക്കുന്ന ഗീതാഞ്ജലി എന്നൊക്കെ കിഷോർ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാതെ ഇപ്പോഴും സ്കൂട്ടറിലാണ് യാത്ര, അതിനാണ് ലളിത ജീവിതം എന്ന് പറയുന്നതെന്ന് അപർണിക പറഞ്ഞു. ഇതിനെ ലാളിത്യമെന്നല്ല പറയുന്നത്, വിവരക്കേടെന്നാണ് പറയുന്നത്. ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ വലിയ ആളാകുമ്പോൾ ഏറ്റവും ഉയർന്ന നിലയിൽ ചിന്തിച്ച ആളല്ലേ കിഷോർ. ഇപ്പം അവസ്ഥ എന്തായി, ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതെ, അവരുടെ കീഴിൽ വെറും ഒരു സ്റ്റാഫായി മാറിയില്ലേ നീ എന്ന് ചോദിച്ചു. അതുകൊണ്ട് കൂടുതൽ ചിലക്കാതെ പോകാൻ പറഞ്ഞു. അത് പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ, ആ പ്രശ്നത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുള്ളൂ. ഞാൻ സംസാരിച്ചത് ഗീതുവിൻ്റെ മിസ്റ്റേക്കുകളെ പറ്റിയാണ്. ഗീതുവിൻ്റെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനാണോ കിച്ചുവിന് ഇവർ ശമ്പളം തരുന്നത്? എന്താ അവളുടെ ക്വാളിറ്റി ഒന്നും താൻ കാണുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപർണികയെ. കാല് വയ്യാത്ത ഭാര്യയെ സ്കൂട്ടർ ഓടിച്ച് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഭയപ്പെടുന്ന സ്നേഹനിധിയായ ഭർത്താവ് അവരുടെ സ്നേഹത്തിൻ്റെയാണ്, അവരുടെ ആ ഒരു ഇതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണിക അവിടെ നിന്ന് സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്നു നമ്മുടെ ഗീതു ഇങ്ങനെ ആ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ ഗീതുവിൻ്റെ മുന്നിൽ ദേ വന്ന് നിൽക്കുന്നു ആ കാറ്. ഗീതു ഇങ്ങനെ അന്താളിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ആരാ? സ്വന്തം അച്ഛനും അമ്മയും. ഇവരെ കണ്ടപ്പോൾ ഞെട്ടി ഗീതു. അങ്ങനെ ഗീതുവിനെ കൊല്ലാൻ വന്ന വണ്ടിക്കകത്തുനിന്ന് വന്നവരെ കണ്ടപ്പോൾ ഗീതു പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക, ഇവരായിരുന്നു എന്ന്. ഇനി ഞങ്ങളെ ഇങ്ങനെ വട്ടം ചുറ്റിക്കല്ലേ മോളെ, അതെ ടാക്സിയുടെ മിനിമം ചാർജ് പരിധിയൊക്കെ കഴിഞ്ഞു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം, എന്നെ ഫോളോ ചെയ്തത് നിങ്ങളായിരുന്നോ?
ആ, അറക്കൽ മുതൽ ഞങ്ങൾ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കല്ലേ മോളെ, നിന്റെ കയ്യിലിരിക്കുന്നത് സ്കൂട്ടറാ, എയറോപ്ലെയിൻ അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ അമ്മ പറഞ്ഞപ്പം, അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറക്കിലേക്ക് വന്നാൽ പോരായിരുന്നോ? പഷ്ട. ആ രാധികമ്മ കണ്ട 50 പൈസ പോലും തരത്തില്ല മോളെ, ഞങ്ങൾ ആകെ കഷ്ടത്തിലാടി, ഞങ്ങൾക്ക് ഇച്ചിരി പൈസ വേണടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കുറച്ച് പൈസ മതിയോ എന്നൊക്കെ ഗീത് ചോദിച്ചു. അങ്ങനെ അമ്മയും അച്ഛനെയും കൂടെ വന്ന വഴി ഓടിച്ചു. അപ്പം രണ്ടുപേരും കൂടി വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് വേണം അങ്ങോട്ട് ഓഫീസിലേക്ക് വരാനെന്നൊക്കെ പറഞ്ഞു. അപ്പം ജോലി കൊടുക്കുന്ന കാര്യമൊക്കെ ഗീതു പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ നിന്ന് പോണു. അപ്പോൾ അതെ, ഇവളെ പ്രസവിച്ചത് നീ തന്നെയാണോ വിലാസിനി എന്ന് ഭദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു വഴിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. രണ്ടെണ്ണങ്ങളും കൂടെ പെരുവഴി ആധാരമായിട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ഗീതു ഓഫീസിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ ഓടി ഇങ്ങ് വന്നു. എൻ്റെ കൂടെ കാറിൽ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എൻ്റെ കണ്ണ് വെട്ടിച്ച് നീ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, എന്താ കണ്ണേട്ടാന്ന് ചോദിച്ചു ഗീതു. നീ ഒറ്റയ്ക്ക് പോകുന്ന അപകടമാണെന്ന് അവിടെ വെച്ച് എനിക്ക് വന്ന കോള് ഞാൻ നിന്നെ കാണിച്ചതല്ലേന്ന് ഗോവിന്ദൻ ചോദിക്കുക. എന്നിട്ട് നീ എന്നെ വിളിച്ച് സ്കൂട്ടർ എടുത്ത് ചാടിയില്ലേന്ന് ചോദിച്ചു. എനിക്ക് വേറെ ചില അത്യാവശ്യ കാര്യങ്ങൾ, സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിനേക്കാൾ എത്ര വലിയ അത്യാവശ്യം നിനക്കുള്ളതെന്ന് ചോദിച്ചു. എന്തിനാടി എന്നെ തോപ്പിക്കാൻ വേണ്ടി നീ പുറപ്പെട്ടത്? കണ്ണേട്ടൻ ഞാൻ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് പിടിക്കാൻ ചെല്ലുമ്പോൾ നീ എന്നോട് ഒരു ന്യായീകരണവും പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോയി ഗോവിന്ദൻ. ചേതൻ ഗ്രൂപ്പിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എന്നെ തകർക്കാൻ അവരെന്തും ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ ഗീതുവിനോട് ഗോവിന്ദൻ പറയണം. നിന്നെ കാണുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ BP ഒക്കെ അങ്ങോട്ട് ഹൈ ആവുകയായിരുന്നു. ഇപ്പോഴും ആ ഒരു നെഞ്ചുവേദന മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ നെഞ്ചുവേദനയോ, അയ്യോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഗീത് ചേർത്ത് പിടിക്കുന്നു. കണ്ണേട്ടാ വന്നേ, വാ ഇവിടെ ഇരിക്കുക വാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഗോവിന്ദൻ ആകെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ. ഗീത് വേഗം കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഗീതു ഇങ്ങനെ കെയർ ചെയ്യുന്ന കണ്ടപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് കാര്യങ്ങൾ വിട്ടുപോയി. മതി എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് വരെ നീ ഇനി ഒന്നും ചെയ്യരുത്. അതെ, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിച്ച് നടക്കേണ്ട, നെഞ്ചുവേദന കൂട്ടാതെ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ പോകുമ്പോൾ, കണ്ണേട്ടാ എന്നെക്കുറിച്ച് ഇത്രയേറെ ആശങ്കപ്പെടാനേ കണ്ണേട്ടൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ഗീതു ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. മറുപടി പറയാൻ ഗീതു പറഞ്ഞപ്പം, നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പാവം എൻ്റെ അമ്മ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ടാണെന്നും പറഞ്ഞു ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവാം. ഗീതുവിന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. കല്ല് കയറിയിരിക്കുക. വെറുതെ അല്ലടോ താൻ നന്നാവാത്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗോവിന്ദൻ അജാസിനെ വിളിക്കുന്നു. അജാസിനെ വിളിച്ച് അജാസിനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ആന്ധ്രയിലും മുംബൈയിലും ഒക്കെ നമ്മുടെ കമ്പനി കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു ദൗത്യം ഞാൻ അജാസിനെ ഏൽപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാറെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. എന്നിൽ നിന്നൊരു രഹസ്യം പുറത്ത് പോകില്ല എന്ന് അജാസ് ഗോവിന്ദന് ഉറപ്പ് കൊടുക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് ഗീതുവിനെ കുറിച്ചാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അവളുടെ ജീവന് ഇപ്പോൾ ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം അജാസ് അത് കേട്ട് ഞെട്ടി. ചേതൻ ഗ്രൂപ്പിനെതിരെ പോലീസിന് ഗീതു മൊഴി കൊടുത്തതോടെ അവരുടെ ശത്രുത കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു അജാസ്. എന്നെ മാനസികമായി തകർക്കാൻ, ഗീതുവിനെ ഇല്ലാതാക്കാൻ അവർ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞപ്പം, അത് ചേതൻ ഗ്രൂപ്പാണെന്ന് സാറിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അജാസ് ചോദിച്ചപ്പോൾ നമുക്ക് ആരാ വേറെ ശത്രുക്കാരുള്ളതെന്ന് ചോദിച്ചു ഗോവിന്ദൻ. അതുകൊണ്ട് ഗീതുവിൻ്റെ സംരക്ഷണം ഞാൻ അജാസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, കൊല്ലാൻ ഏൽപ്പിച്ചവൻ്റെ കയ്യിൽ തന്നെ രക്ഷിക്കാനും കൂടി ഏൽപ്പിച്ച ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. അപ്പോൾ ഇവനിങ്ങനെ ഞെട്ടിയിരിക്കുക അജാസ്. ഈ സമയത്ത് ഗോവിന്ദൻ ഗീതുവിൻ്റെ കാര്യങ്ങൾ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അജാസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നും പറഞ്ഞിരിക്കുക അജാസ്. ഇനി മുതൽ ഗീതുവിൻ്റെ സംരക്ഷണം അത് അജാസിൻ്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു. എന്താ അജാസെ പറ്റില്ല എന്ന് ചോദിച്ചപ്പം ശരി സാർ എന്നൊക്കെ പറഞ്ഞെല്ലാം ഏറ്റു. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അജാസ് നോക്കണം. ഇനി ഗീതുവിൻ്റെ ദേഹത്ത് ചെറിയൊരു മുറിവുണ്ടായാൽ പോലും അജാസിനോട് ഞാൻ ചോദിക്കൂ എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ, ഗോവിന്ദ് സാറിനൊരു അപകടം ഉണ്ടാകാതെ സംരക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സാറ് ഇപ്പം എന്നെ മറ്റൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഗോവിന്ദൻ ഇങ്ങനെ നോക്കൂ കേട്ടോ. ഞാനത് 100% ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്നു എന്ന് അജാസ് പറഞ്ഞപ്പം സന്തോഷമായി നമ്മുടെ ഗോവിന്ദന്. കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ സാറ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സാറിന് ആത്മവിശ്വാസത്തോടെ ഇരിക്കാം, ഗീതുവിനൊരു പോറൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞ് നമ്മുടെ അജാസ് ഇങ്ങ് ഇറങ്ങി. ഇതൊക്കെയാണ് ശരിക്കും മാറ്റ് എന്ന് പറയുന്നതെന്നും ഒരു വേട്ടക്കാരൻ സംരക്ഷകനാകുന്നു. എന്താ അല്ലേ എന്ന് അജാസ് സ്വയം ചിന്തിക്കുക. അങ്ങനെ ഒരു ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഗീതുവിനെ കൊല്ലാനായി വന്ന ഞാൻ അവളുടെ ജീവൻ്റെ സംരക്ഷകനായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം നിന്നവർ അടുത്ത നിമിഷം മുതൽ
എൻ്റെ ശത്രുക്കളാകുന്നു എന്ന് അജാസ് ചിന്തിക്കുന്നു. എന്തു വില കൊടുത്തും ഗോവിന്ദ് സാറിനു വേണ്ടി ഗീതുവിനെ ഞാൻ സംരക്ഷിച്ചിരിക്കുമെന്ന് നമ്മുടെ അജാസ് തീരുമാനിക്കുന്നു. അങ്ങനെ രാധികയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് ഗോവിന്ദൻ്റെയും അതുപോലെ ഗീതുവിൻ്റെയും രക്ഷകനായി മാറുന്നു. ഇനിയിപ്പം രാധിക ഡീം എന്ന് തന്നെ അങ്ങ് പറയാം. അങ്ങനെ അജാസ് പവർഫുള്ളായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പം അജാസിനോടൊരു ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. കാരണം അജാസ് നന്മയിലേക്ക് വന്നല്ലോ, അതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഗീതുവും അതുപോലെ തന്നെ അവർണികയും കൂടി ഇരുന്ന് സംസാരിക്കുക. ആ ഒരു ഗീതുവിനെ കുറിച്ച് ഇവരോട് നമ്മുടെ ഗോവിന്ദൻ സംസാരിച്ച കാര്യങ്ങൾ, അപ്പം കിച്ചു കുറ്റം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആ ഒരു ഇതും. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പം ഇതിലൊക്കെ എനിക്കെന്തോ പൊരുത്തക്കേട് തോന്നി എന്ന് അവർണിക പറഞ്ഞു. എന്ത് പൊരുത്തക്കേടാന്ന് ഗീതു ചോദിച്ചു. ഒരേ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ ഒരേ ഓഫീസിലേക്ക് വരുന്നത് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്നാണ് കിച്ചുവിൻ്റെ കണ്ടുപിടുത്തം എന്നുള്ള കാര്യം പറഞ്ഞു. ഗീതു അന്നേരത്ത് ചിന്തിക്കുക. പെട്ടെന്നാണ് നമ്മുടെ കിച്ചപ്പൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കിച്ചു കയറി വന്നു കഴിഞ്ഞപ്പം ആ കലിപ്പിലിരിക്കുകയല്ലേ ഗീതു, അവന് നല്ല സുഖമാണ്. അപ്പോൾ ഇവരുടെ അരികിലേക്ക് മിണ്ടാതെ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഒരു റൂമിലേക്ക് വരുമ്പോൾ ലോക്ക് ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഇവനെക്കുറിച്ച് 100 കൂട്ടം ഉറപ്പുകൾ എനിക്ക് അവർണിക തന്നിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ തെറ്റിക്കാണോ എന്നും ചോദിച്ചു. ഇയാൾ വാക്ക് പാലിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ച് പറയാം. അപ്പോഴത്തേക്കും അവർണിക ഇങ്ങനെ വല്ലാണ്ടിരിക്കാം. ഞാൻ അവർണികയെ വിശ്വസിച്ചു ഗീതാഞ്ജലി. അത് പിന്നെ ഞങ്ങളുടെ ഫുൾ ടീമും മാക്സിമം വർക്ക് ചെയ്തു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി തീർക്കാനുണ്ട്. നാളെ ഒരു ദിവസം കൊണ്ട് തരൂ പ്ലീസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നാളെ സൺഡേ ആണെന്നും അവധി ദിവസം ഇവിടെ സ്റ്റാഫുകളെ നിർത്തുന്നത് കണ്ണേട്ടനെ ഇഷ്ടമല്ലെന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ഗീതു തിങ്കളാഴ്ച വർക്കിംഗ് ടൈം ആരംഭിക്കുന്നതിന് മുൻപ് തകരാറുകൾ പരിഹരിച്ചിരിക്കണം. അപ്പോൾ യെസ് മാം, നാളെ ഞങ്ങളുടെ ഫുൾ ടീമും ഓൺലൈനായിട്ട് വർക്ക് ചെയ്തോളാമെന്ന് കിഷോർ പറഞ്ഞു. ഗീതാഞ്ജലി, ഞാനിപ്പോൾ കിച്ചുവിൻ്റെ വീട്ടിലാണ് താമസം. ശരിക്കും ഒരു പട്ടിക്കാടാ. അവിടെ കൃത്യമായിട്ട് റേഞ്ചോ നെറ്റോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നിങ്ങനെ അവർണിക പറഞ്ഞപ്പോൾ ഓക്കെ, നാളെ രാവിലെ നിങ്ങൾ അറക്കിലേക്ക് വരൂ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം സോറി മാഡം, എനിക്കങ്ങനെ മറ്റൊരു വീട്ടിൽ പോയിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കവിടെ കംഫർട്ടാക്കാൻ പറ്റില്ല എന്ന് കിച്ചു. ഇത് കേട്ടു ഇനിയിപ്പോൾ അവർണിക്ക് ദേഷ്യം വന്നു. എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, ബട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് തീർത്തിരിക്കണം. പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അവർണിക, കമ്പനിക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതാണ് ഞാൻ പറഞ്ഞതെന്ന് ഗീതു പറഞ്ഞു. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. തിങ്കളാഴ്ച രാവിലെ പ്രോജക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കഥ മാറും, കളി മാറും എന്ന് ഗീതു ഇവരെ പറഞ്ഞ് താക്കീത് ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.